ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലത്താണ് ഇന്നത്തെ വ്ളോഗ്. ഞങ്ങൾ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ ഡൽഹി വ്ളോഗ് ഇട്ട സമയത്ത് ഞാൻ ജസ്റ്റ് ഇത് കുറച്ച് ഭാഗമേ കാണിച്ചുള്ളായിരുന്നു. ഞാൻ അന്നേരം തന്നെ അതിൽ പറഞ്ഞിരുന്നു ഞാൻ മ്യൂസിയത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഒരെണ്ണം ഇടാമെന്നുള്ളത്. കാരണം അത് തന്നെ ഒരു 2-3 മിനിറ്റ് നമുക്ക് കാണിക്കാനുള്ളതുണ്ട്, ചുരുക്കി നമ്മൾ എഡിറ്റ് ചെയ്താലും. അപ്പോൾ അതുകൊണ്ടാണ് വേറെ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഞങ്ങളിതാ മ്യൂസിയത്തിലോട്ട് കയറുവാണ്. അതിൻ്റെ എൻട്രൻസ് ആണിത്. കാരണം അതിനകത്ത് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേനും ഇത് തന്നെ സെപ്പറേറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് വേറെ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, കണ്ട സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് തന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ഞങ്ങൾ അതിനകത്തോട്ട് കയറുവാണേ. ഈ മ്യൂസിയത്തിലാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾക്ക് മിസ്സായൊരു സ്ഥലമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വിശാലമായിട്ടുള്ള ഏരിയയിലാണ് ഈ മ്യൂസിയം നിൽക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഫോട്ടോസ് നോക്കിക്കുക. അവിടുത്തെ ആൾക്കാർ നോക്ക്, ഭയങ്കര തിരക്കാണ്. നമുക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ അലൗഡാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പം ഇന്ദിരാഗാന്ധിയുടെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ ചെറുതിലേറുള്ള ഫോട്ടോസ്, പിന്നെ ഇന്ദിരാഗാന്ധിക്ക് പല പല രാജ്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ പോയപ്പോൾ കിട്ടിയ ഓരോരോ ഗിഫ്റ്റുകൾ, അതെല്ലാം അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പേപ്പറുകളിൽ വന്ന ന്യൂസുകൾ, അങ്ങനെ കാര്യങ്ങൾ, നടത്തിയ നല്ല നല്ല കാര്യങ്ങൾ, ഇത് സാരി, ചെരുപ്പ്, ബാഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഫാമിലി, ജവഹർലാൽ നെഹ്റു ആയിട്ടുള്ള ഫോട്ടോസ്, മക്കളുമായിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ തന്നെ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്തുകൊണ്ടാണത് മിസ്സായി എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. അപ്പം ഡൽഹിയിൽ പോയിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ ഇവിടെ ഈ മ്യൂസിയത്തിൽ പോയിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പോയി കാണണം, ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റഡി റൂമിലെത്തി. ഇതാണ് സ്റ്റഡി റൂം. സ്റ്റഡി റൂമിലെ ബുക്കിൻ്റെ കളക്ഷൻ കണ്ടപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിശയപ്പെട്ടു പോയി കേട്ടോ. കാരണം ഇത്രയ്ക്ക് അറിവുള്ളൊരു, ഇത്രയും ബുക്സൊക്കെ വായിക്കണമെങ്കിൽ തന്നെ അവരുടെ അറിവ് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു കളക്ഷൻ തന്നെയായിരുന്നു, ബുക്ക് കളക്ഷൻ. പിന്നെ കൂടുതലും മെയിൻ ഫോട്ടോസാണ്. ഇത് മരിച്ച സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സ്, ചെരുപ്പ്, അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്റൂം, ഡൈനിങ് റൂം, നല്ല രീതിയിലുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ. മ്യൂസിയങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കാണുന്നതും ആദ്യമായിട്ടാണ്, അതുപോലെ തന്നെ അത് ഇഷ്ടപ്പെടുന്നതും ആദ്യമായിട്ടാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു അറിവുകളല്ലേ ഉള്ളൂ, അതെല്ലാം നമുക്ക്. അപ്പോൾ അതാ ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയമൊക്കെ കണ്ട് സംഭവം സൂപ്പറാണ് കേട്ടോ. ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമാണ്. നമുക്ക് ശരിക്കും അവരുടെ കൂടെ ലൈവായിട്ട് തന്നെ നമുക്ക് അവരുടെ കൂടെ നിന്നതുപോലെ തന്നെ നമുക്കൊരു ഫീലുണ്ടായി. അപ്പം ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ട് സംഭവം കാണാനും മാത്രമുണ്ട് കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം അവരുടെ കൂടെ നമ്മൾ ലൈവായിട്ട് കുറച്ച് സമയം ഇരുന്നൊരു ഫീലിങ്സ് ആയിരുന്നു ഇത് നമുക്ക് എല്ലാം കണ്ടപ്പം. കുഞ്ഞിലേ തൊട്ട് അവർ മരിക്കുന്നവരെയുള്ള എല്ലാ മെമ്മറീസും നല്ല സൂപ്പറായിട്ടാണ് ഇവരുടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും നല്ലൊരു മ്യൂസിയം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അടിപൊളിയാണ് സംഭവം കേട്ടോ. അതെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ശരിക്കും ഡൽഹിയിലോട്ടൊക്കെ ഒന്ന് പോയാൽ തന്നെ നമുക്ക് ഹിസ്റ്ററി പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതായിട്ട്. നമ്മൾ കാണാതെ പഠിക്കുന്നത് നമുക്ക് കണ്ട് ഒന്നുകൂടെ നമുക്കത് കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാകും. ഇത് ഇന്ദിരാഗാന്ധിയുടെ പേരൊക്കെ എഴുതിയ, അല്ലെങ്കിൽ പടം ഒട്ടിച്ച വാച്ച്, ബാഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഡ്രസ്സ്, ടീഷർട്ട്, അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഞാൻ വളരെ ചുരുക്കിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്